ഹലോ, ഗുഡ് ഈവനിങ്. നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് എൻ്റെ മുത്തുമണികൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളി നല്ലൊരു പാൽക്കപ്പയും അതിനോടൊപ്പം കഴിക്കാൻ അടിപൊളി നല്ലൊരു തലക്കറി. അത് നല്ലൊരു ഫിഷായിരുന്നു. നമ്മുടെ കേരയല്ല, നമ്മുടെ ഇവിടെ അതിനെ പറയുന്നത് പാരമീൻ എന്നാണ്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും പല പേരൊക്കെയാണ്. വലിയ മീനാണ് കേട്ടോ. അതിൻ്റെ തലയുടെ പോഷൻ മാത്രം ഇക്ക മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അടിപൊളിയായിട്ടൊരു കറി അങ്ങോട്ട് ഉണ്ടാക്കാം. മുളക് ചേറാണ് വെക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം ഞാൻ പാൽക്കപ്പയാണ് ഉണ്ടാക്കിയത്, പക്ഷേ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ഇപ്പോൾ തലക്കറിയുടെ മാത്രം വീഡിയോ ആണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ മീൻ കറിക്കായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഒരു സവാള, പഴുത്തൊരു നല്ല മീഡിയം വലുപ്പമുള്ള തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വാടി വരണം. അപ്പോൾ നമ്മൾ ഈ തലക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുളക് ചാറ് വെക്കുന്നതായിരിക്കും കൂടുതൽ കോമ്പിനേഷൻ. കാര്യം ഈ കപ്പ അല്ലെങ്കിൽ നമുക്ക് ചോറിനോടോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ തലക്കറി നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മുടെ കപ്പയോടൊപ്പം കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പാൽക്കപ്പ നമ്മൾ സാധാരണ ഇറച്ചിയും കൂട്ടി കഴിക്കുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. തലക്കറിയായിട്ട് കഴിക്കുമ്പോൾ അത് വേറൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നു. ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാ മുളക് ചാറ് മീൻ എങ്ങനെയാണോ വയ്ക്കുന്നത് അതുപോലെ തന്നെ, പക്ഷെ മല്ലിപ്പൊടി കൂടുതലിടും. അപ്പോൾ ആദ്യം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉപ്പിട്ട് കൊടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു മീഡിയം എരിവുള്ള മുളക് പൊടിയാണ്. അതനുസരിച്ച് നിങ്ങളുടെ മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടുക കേട്ടോ. ഒരു 2.5 സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ടീസ്പൂൺ അളവാണ് കേട്ടോ ഇതെല്ലാം. അതിൻ്റെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനെ ഒന്ന് അടിയിലൊന്നും പിടിക്കാണ്ട് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. അതിലേക്ക് ഇനി നമുക്ക് കുടംപുളിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനൊരു 2-3 തുടം കുടംപുളി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടി ഒരുവിധ പച്ചമണം പൊടിയുടെയൊക്കെ മണം മാറി കഴിയുമ്പോൾ നമുക്ക് ആ കുടംപുളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു ലെവലിലായി വരുന്നുണ്ട്. ഇനി നമുക്ക് ആ പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. പാകത്തിന് വെള്ളവും കൂടി വയ്ക്കും. ഞാൻ ഇതിൽ തേങ്ങാപ്പാലും അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് സാധാ തിളപ്പിച്ചാറിയ വെള്ളം, പുളി ഇപ്പം ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഇതിലേക്ക് നമുക്ക് അതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തിളപ്പിച്ചാറിയ വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഗ്രേവി എന്തോരാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം അത്രയും ആ തലയുടെ ആ മുള്ളിന് ആ പോഷൻ കിടക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കുമ്പം ഏകദേശം നമുക്കറിയാമല്ലോ ആ ഗ്രേവി എന്തോരം വേണം. പിന്നെ ആ മുള്ളൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ഇനി നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിള ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ആ മീനിൻ്റെ തലയുടെ പോഷൻ നമുക്ക് കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ ആ തിള വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ മീനിൻ്റെ ഓരോ മുള്ളിൻ്റെ പോർഷനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏത് തലയാണെങ്കിലും, ഇപ്പോൾ കേരയാണെങ്കിലും ശരി, വേറെ എന്തിൻ്റെ ആണെങ്കിലും തലക്കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതി എളുപ്പമാണ്, നമുക്ക് നല്ല ടേസ്റ്റുമാണ്. അത് നമ്മൾ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിട്ടോ. ആ നന്നായിട്ട് എരിവും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം അത്രയും ആ തലയുടെ അത്രയും പോർഷൻ നിൽക്കാൻ പാകത്തിനുള്ള ഗ്രേവിയാണ് ഞാൻ ഇതിലേക്ക് റെഡിയാക്കി വെച്ചത്. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതിന്ന് അത്യാവശ്യം വെന്ത് കുറുകി വരണം. അപ്പോൾ ഇത് ഞാൻ ഇനി ഒന്ന് അടച്ചു വെക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വരട്ടെ. അന്ന് തിള നന്നായിട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും ഫ്ലെയിം നമ്മൾ നന്നായിട്ട് കുറച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് ഒത്തിരി ഒരുപാട് സമയത്ത് വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കറിയാമല്ലോ സാധാ മീനിന് വേവ് എങ്ങനെയാണോ അതനുസരിച്ച്. അപ്പോൾ ഇത് നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന്, കാരണം വലിയ പോർഷനാണല്ലോ. നമ്മൾ ഒത്തിരി സാധാ മീനിൻ്റെ പോലെ കഷ്ണം മീൻ പോലെ കുഞ്ഞു കഷ്ണമല്ലല്ലോ. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഉടയാണ്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇടയ്ക്ക് നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ ഉപ്പും എരിവും ഒക്കെ പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഞാൻ ഈ തിള വന്നതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉലുവ പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും മുകളിൽ നമ്മളൊരു പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കടുക് താളിച്ചപ്പോൾ ഒഴിച്ചിട്ടുണ്ട്, എന്നാലും ആ മേളിൽ ലാസ്റ്റായിട്ട് നമ്മളൊരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ തലക്കറി ഇവിടെ നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നല്ല അടിപൊളി കപ്പയും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം അല്ലേ.
അപ്പോൾ പാൽക്കപ്പയുടെ റെസിപ്പി ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഗ്രേവി നമുക്ക് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ചാറ് ഇച്ചിരി കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. പിന്നെ ഈ വെള്ളം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചതിന് പകരം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ഇവിടെ തേങ്ങയുടെ അളവ് നമുക്ക് ഇക്കാനൊക്കെ കൊളസ്ട്രോൾ അങ്ങനത്തെ ഒന്നും ചെറിയ രീതിക്കൊക്കെ ഉണ്ടല്ലോ, ഫാറ്റി ലിവറൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ പൊതുവിൽ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം നല്ല അടിപൊളി പാൽക്കപ്പയും നമ്മൾ അടിപൊളി തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.